സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിൽ പ്രതിഷേധമിരമ്പി. മോട്ടോർ വാഹന ഫെഡറേഷൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം. ഉദുമ പഞ്ചായത്ത് വിഭജനത്തിനെതിരെ പ്രതിഷേധവുമായി LDF. വിഭജനം ജനാധിപത്യ വിരുദ്ധമെന്ന നേതാക്കൾ. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ചുമട്ടുതൊഴിലാളികളുടെ സമരം. ചുമട്ടുതൊഴിലാളി യൂണിയൻ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് കോൺഗ്രസ് ധർണാ സമരം സംഘടിപ്പിച്ചു. വാഴക്കോട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം അഷ്ടബന്ധ നവീകരണ കലശത്തിനൊരുങ്ങി. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ കലശ മഹോത്സവം 22-ന് തുടങ്ങും. ഓലക്കൊത്തൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. വാർത്തകൾ വിശദമായി. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിൽ പ്രതിഷേധിച്ച് മോട്ടോർ വാഹന ഫെഡറേഷൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചു. ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഉപരോധ സമരം നടന്നു. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിനെതിരെ പ്രതിഷേധം. ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ മോട്ടോർ തൊഴിലാളി ഫെഡറേഷൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഉപരോധ സമരം നടന്നു. പെരിയാട്ടടുക്കത്ത് നടന്ന റോഡ് ഉപരോധം കുന്നൂച്ചി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു. പെട്രോളിയം ഉൽപ്പന്നത്തിന് വില വർദ്ധിക്കുമ്പോൾ അത് മോട്ടോർ വണ്ടി ഓടിക്കുന്നവരെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമാണെന്നുള്ള നിലയിലാണ് നമ്മൾ ആളുകൾ കാണുന്നത്. ഇപ്പം ഇങ്ങനെ 1 മണിക്കൂർ റോഡ് ഉപരോധിച്ച് സമരം നടത്താൻ യൂണിയൻ തീരുമാനിക്കുന്നത് അത് കേവലം ഒരു വെറുതെ ഒരു തീരുമാനം എടുക്കുന്നതല്ല. ശക്തമായി നമ്മളെ നാട്ടുകാർക്കുള്ള പ്രതിഷേധം അറിയിക്കാനുള്ള ഒരു സമര ഉപാധിയാണ്. ഇത്ര പൊരിയുന്ന വെയിലാണെങ്കിൽ പോലും ആ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പോൾ മോഡി സർക്കാർ വില വർദ്ധിപ്പിക്കുന്നതിന് ഒരു ന്യായവുമില്ല. ജനങ്ങളെ സാധാരണക്കാരനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള കവിഞ്ഞ ഒരു ന്യായവും മോഡിക്കോ അതല്ലെങ്കിൽ മോഡിയെ അനുകൂലിക്കുന്ന മോഡിയുടെ പാർട്ടിക്കാർക്കും ഇല്ല. പി കൃഷ്ണൻ അധ്യക്ഷനായി. M കരുണാകരൻ, K മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് നടന്ന ഉപരോധ സമരം CITU സംസ്ഥാന സെക്രട്ടറി കാറ്റാടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു. അതിന്റെ വില 1 ലിറ്റർ പെട്രോളിന്റെ വില ഇപ്പൊ ഏറ്റവും പുതിയ വില 73 രൂപ 13 പൈസയാണ്. 1 ലിറ്റർ ഡീസലിന്റെ വില 58 രൂപ 53 പൈസയോളം ആയി വർദ്ധിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ ഇപ്പോഴത്തെ ക്രൂഡ് ഓയിലിന്റെ വില 61. ജാഫർ മൂവാരിക്കുണ്ട് അധ്യക്ഷനായി. A ദാമോദരൻ, K ശശി, CH കുഞ്ഞമ്പു, സത്യനാഥ്, ദാമോദരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദുമ പഞ്ചായത്ത് വിഭജനത്തിനെതിരെ LDF രംഗത്ത്. ജനാധിപത്യ വിരുദ്ധമായ രീതിയിലാണ് പഞ്ചായത്ത് വിഭജിക്കുന്നതെന്ന് നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. UDF സർക്കാർ പുതിയ പഞ്ചായത്തുകൾ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിഭജിക്കുന്ന പഞ്ചായത്തുകളിൽ ഒന്നാണ് ഉദുമ ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലയിലുള്ള ബാര, എരോൽ, 4-ാം വാതുക്കൽ, ആറാട്ടുകടവ്, മുതിയക്കാൽ, അങ്കക്കള്ളരി വാർഡുകളിൽ ചിലവ പൂർണ്ണമായും ചിലവ ഭാഗികമായും മുറിച്ചു മാറ്റിയാണ് പുതുതായി രൂപീകരിക്കുന്ന പനയാൽ ഗ്രാമപഞ്ചായത്തിനോട് കൂട്ടിച്ചേർക്കുന്നത്. 23.5 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവ് മാത്രമുള്ള ജില്ലയിലെ ഏറ്റവും ചെറിയ പഞ്ചായത്തുകളിൽ ഒന്നാണ് ഉദുമ. എന്നിട്ടും തികച്ചും അശാസ്ത്രീയവും ജനാധിപത്യ വിരുദ്ധവുമായ രീതിയിലാണ് സർക്കാർ പഞ്ചായത്തിനെ വിഭജിക്കുന്നത്. വർഗീയ ചേരിതിരിവ് സൃഷ്ടിച്ച് തീരദേശ പഞ്ചായത്തുകളിൽ UDFന് പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന് അധികാരം നേടാൻ കഴിയുന്ന വിധത്തിലാണ് മിക്ക പഞ്ചായത്തുകളും വിഭജിച്ചിരിക്കുന്നത്. ഉദുമയിൽ നിന്നും മുറിച്ചു മാറ്റപ്പെടുന്ന ഭാഗങ്ങൾ 90% മുകളിൽ ഹിന്ദു ജനവിഭാഗം താമസിക്കുന്ന മേഖലകളാണ്. അതോടൊപ്പം പള്ളിക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമായ 95% അധികം ഹിന്ദു വിഭാഗങ്ങൾ താമസിക്കുന്ന മേഖല വെട്ടുമുറിച്ചാണ് പുതിയ പനയാൽ ഗ്രാമപഞ്ചായത്തിനോട് ചേർത്തിരിക്കുന്നത്. ഇതോടെ പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് പൂർണ്ണമായും ഉദുമ ഗ്രാമപഞ്ചായത്ത് ഭാഗികമായും മുസ്ലിം മതവിഭാഗം മാത്രം താമസിക്കുന്ന പഞ്ചായത്തുകളായി മാറും. തീരദേശ മേഖലകളിൽ ഇപ്പോൾ തന്നെ സജീവമായ വർഗീയ വികാരങ്ങൾ ശക്തിപ്പെടുത്താൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ. പുതുതായി രൂപം കൊള്ളുന്ന പനയാൽ ഗ്രാമപഞ്ചായത്ത് ആസ്ഥാനം നിലവിൽ വരുന്നത് പെരിയാട്ടടുക്കത്താണ്. ഉദുമയുടെ ഭാഗമായിരുന്ന പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ഇത് വലിയ ദുരിതമായിരിക്കും സമ്മാനിക്കുക. പൂർണ്ണമായും കുഗ്രാമങ്ങൾ ഉൾപ്പെടുന്ന നിർദ്ദിഷ്ട പനയാൽ പഞ്ചായത്തിൽ സ്വന്തമായി വരുമാനം ഉണ്ടാക്കാൻ വീട്ടുനികുതി ഒഴികെ മറ്റൊരു വരുമാനവും ഇല്ലാത്ത അവസ്ഥയാണ് ഉള്ളത്. ഇത് പഞ്ചായത്തിലെ മുഴുവൻ വികസന പ്രവർത്തനങ്ങളെയും മുരടിപ്പിക്കും. ഈ അശാസ്ത്രീയമായ പഞ്ചായത്ത് വിഭജനത്തിനെതിരെ ബഹുജന മനസാക്ഷി വളർത്തുന്നതിനു വേണ്ടി മെയ് 25-ന് LDFന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും നടത്തും.
മെയ് 31, ജൂൺ 1 തീയതികളിലായി പഞ്ചായത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കാൽനട പ്രചരണ ജാഥയും തുടർന്ന് ശക്തമായ പ്രക്ഷോഭവും സംഘടിപ്പിക്കുമെന്നും LDF ഭാരവാഹികൾ പറഞ്ഞു. LDF ഉദുമ മണ്ഡലം കൺവീനർ കെ സന്തോഷ് കുമാർ, KV ബാലകൃഷ്ണൻ, PV ഭാസ്കരൻ, MK വിജയൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. സാംസ്കാരിക വൈവിധ്യങ്ങൾ പ്രകാശഗോപുരമായി തലയുയർത്തി നിൽക്കുന്ന അപഗണനയുടെ ഭൂപടത്തിൽ 1ാം സ്ഥാനം. ഉത്തര മലബാറിന്റെ പിന്നാക്കാവസ്ഥയിൽ ഏറെ പിറകിൽ നിൽക്കുന്ന കാസർഗോഡിനുള്ള അപഗണന എന്നെ പറയാനും നേട്ടങ്ങളുടെ പട്ടികയിൽ കാതങ്ങൾ അകലെ നിൽക്കുന്ന ഈ ജില്ലയെ വികസനത്തിന്റെ സംയുക്ത ചുമട്ടുതൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് ഓഫീസിലേക്ക് നടന്ന മാർച്ച് CITU ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാനത്ത് 10,000-കണക്കിന് വരുന്ന ചുമട്ടുതൊഴിലാളികൾ ഒരു വലിയ പോരാട്ടത്തിന് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ചുമട്ടുതൊഴിൽ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ സംഘടനകൾ സ്വതന്ത്രമായ രീതിയിൽ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുപോലെ സംയുക്തമായ പ്രക്ഷോഭങ്ങളും സമരങ്ങളും നടത്തി വരികയാണ്. ഇന്നിപ്പോൾ സംയുക്തമായ രീതിയിൽ സംസ്ഥാനത്ത് പ്രധാനപ്പെട്ട എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും ഉൾക്കൊള്ളുന്ന സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ഇന്ന് സെക്രട്ടേറിയറ്റിന്റെ മുന്നിലേക്കും അതുപോലെ ജില്ലാ കേന്ദ്രങ്ങളിൽ ചില സ്ഥലങ്ങളിൽ കളക്ടറേറ്റുകൾക്ക് മുമ്പിലാണ്, ചില സ്ഥലത്ത് ക്ഷേമനിധി ഓഫീസുകൾക്ക് മുമ്പിലാണ്, ചില സ്ഥലത്ത് താലൂക്ക് ഓഫീസുകൾക്ക് മുമ്പിലാണ്. കാസർഗോഡ് സമരം ഇവിടെ താലൂക്ക് ഓഫീസിന് മുമ്പിലാണ് നടക്കുന്നത്. INTUC നേതാവ് കുഞ്ഞിരാമൻ അധ്യക്ഷനായി. വിവിധ യൂണിയൻ നേതാക്കളായ ഇബ്രാഹിം പരവത്ത്, DV അമ്പാടി, യൂനസ് വടകരമുക്ക് തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി ധർണാസമരം സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിലായിരുന്നു സമരം. മീനാകുമാരി കമ്മീഷൻ റിപ്പോർട്ട് തള്ളുക എന്ന ആവശ്യമുന്നയിച്ചായിരുന്നു സമരം നടന്നത്. കാഞ്ഞങ്ങാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടന്ന സമരം ധീവരസഭാ നേതാവ് US ബാലൻ ഉദ്ഘാടനം ചെയ്തു. KMC ഇബ്രാഹിം അധ്യക്ഷനായി. കാറ്റാടി കുമാരൻ, VV സധു, ബാബു, രവീന്ദ്രൻ, പ്രദീപ് ലാൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വിദ്യാഭ്യാസ വികസന വേദിയുടെ ആഭിമുഖ്യത്തിൽ മെയ് 31-ന് കരിയർ ഗൈഡൻസ് ക്ലാസും എഡ്യൂഫെസ്റ്റും സംഘടിപ്പിക്കും. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിലാണ് പരിപാടി നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഉപരിപഠന സാധ്യതകളെക്കുറിച്ച് വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും അവബോധം ഉണ്ടാക്കുന്നതിനും കാസർഗോഡ് ജില്ലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് ജില്ലാ വിദ്യാഭ്യാസ വികസന വേദിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും എഡ്യൂഫെസ്റ്റും സംഘടിപ്പിക്കുന്നത്. മെയ് 31-ന് രാവിലെ കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ ആരംഭിക്കുന്ന എഡ്യൂഫെസ്റ്റ് ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ TP സേതുമാധവൻ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുക്കും. വിവിധ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ മോട്ടിവേഷൻ ക്ലാസും നൽകും. 10ാം ക്ലാസ്സിലും ഹയർ സെക്കൻഡറിയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും താല്പര്യമുള്ള മറ്റെല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാം. വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന എഡ്യൂഫെസ്റ്റിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാത്രമാണ് പങ്കെടുപ്പിക്കുക. എഞ്ചിനീയറിംഗ്, ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, ഡെന്റൽ, ആയുർവേദ മെഡിക്കൽ കോളേജുകൾ, MBA കോളേജുകൾ, നഴ്സിംഗ് കോളേജുകൾ, ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേന്ദ്ര സർവകലാശാല, കാർഷിക കോളേജ്, സ്കൂളുകൾ എന്നിവയെല്ലാം ഫെസ്റ്റിൽ അണിനിരക്കും. ഓരോ സ്ഥാപനത്തിനും പ്രത്യേക സ്റ്റാളുകൾ ഉണ്ടാകും. ഓരോ സ്ഥാപനത്തിലുമുള്ള കോഴ്സുകളും പ്രവേശന രീതികളും വിവരിക്കും. എഡ്യൂഫെസ്റ്റിൽ പങ്കെടുക്കുവാൻ താല്പര്യമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഉപരിപഠന സാധ്യതകളെക്കുറിച്ചുള്ള അവബോധം കുട്ടികളിലും രക്ഷിതാക്കളിലും സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കരിയർ ഗൈഡൻസ് ക്ലാസും എഡ്യൂഫെസ്റ്റും സംഘടിപ്പിക്കാൻ വിചാരിച്ചു. മെയ് 31-ാം തീയതി നെഹ്റു കോളേജിലാണ് ഇത് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ജില്ലയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാത്രമാണ് ഇതിൽ പങ്കെടുപ്പിക്കുന്നത്. അപ്പോൾ മംഗലാപുരത്തോ അല്ലെങ്കിൽ കണ്ണൂരോ മറ്റ് ജില്ലകളിലുള്ള സ്ഥാപനങ്ങളില്ല, ഉണ്ടായിരുന്നു. MO വർഗീസ്, AK ശ്യാംപ്രസാദ്, ഫാറൂഖ് കാസ്മി എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് കോൺഗ്രസ് ധർണാ സമരം നടത്തി. കാഞ്ഞങ്ങാട് നഗരസഭാ ഓഫീസിന് മുന്നിലാണ് സമരം നടന്നത്. കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് കോൺഗ്രസ് സമിതി ആഹ്വാനപ്രകാരമാണ് ധർണാ സമരം നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ഓഫീസിന് മുന്നിൽ നടന്ന ധർണാ സമരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് DV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. M കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷനായി. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ വാഴ്ന്നോരടി, T കുഞ്ഞികൃഷ്ണൻ, പത്മരാജൻ ഐങ്ങോത്ത്, രാജീവൻ വെള്ളൂർ എന്നിവർ സംസാരിച്ചു. നാരായണ പൊതുവാൾ സ്വാഗതവും A കുമാരൻ നന്ദിയും പറഞ്ഞു.
വലിയപറമ്പ് പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി നിർമ്മിക്കുന്ന ബൈത്തുൽ റഹ്മയ്ക്ക് തറക്കല്ലിട്ടു. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ സ്മാരകമായി നിർമ്മിക്കുന്ന ബൈത്തുൽ റഹ്മ നിർമ്മാണത്തിന് നേതൃത്വം നൽകുന്നത് പഞ്ചായത്ത് KMCC. പടന്നക്കടപ്പുറം പൊയ്യക്കടവ് ഈസത്തുൽ ഇസ്ലാം മദ്രസയ്ക്ക് സമീപം നടന്ന ചടങ്ങിൽ കാഞ്ഞങ്ങാട് സംയുക്ത ജമാഅത്ത് ഗാസി മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിച്ചു. അത് വേഗത്തിൽ നിർമ്മിച്ചു കൊടുക്കാനുള്ളതായ തൗഫീഖ് അതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. അവൻ്റെ കുടുംബത്തിനും അവനോട് ബന്ധപ്പെട്ടവർക്കും പ്രസ്ഥാനത്തിനും നമുക്കൊക്കെ വന്നതായ ഒരു വിഷമം, ഒരു ബുദ്ധിമുട്ട്, പ്രയാസം, അല്ലെങ്കിൽ ഒരു ഏറ്റവും വലിയൊരു മുസീബത്ത്, ആ മുസീബത്തിൻ്റെ മേൽ നമ്മൾ സബർ ചെയ്യുക. ആ സബറിനുള്ളതായ സവാബ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആസ്തിയാക്കി തരട്ടെ. അതുകൊണ്ടുള്ള വിളവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രസ്ഥാനത്തിനും ഈ നാട്ടുകാർ അവനോട് ബന്ധപ്പെട്ടവർക്കൊക്കെ അല്ലാഹു നികത്തി കൊടുക്കട്ടെ. ബഹുമാനമുള്ളവരെ, ഞാൻ സുദീർഘമായി പ്രസംഗിക്കല്ല. ഇവിടെ നമ്മളിവിടെ ശില നൽകിയത് ഒരു വീടിനാണ്. ഒരു വീടിനാണെങ്കിലും അതൊരു സാധാരണ വീടല്ല. ഇത് ബൈത്തുർ റഹ്മ എന്നുള്ള ഒരു നല്ലൊരു പേര് അതിനിക്കുണ്ട്. അതോടുകൂടി ഇത് ആരെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സംരംഭം കൂടെ ഉപയോഗപ്പെടുത്തുന്നത് നമ്മൾ ശ്രമിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മുഹമ്മദ്, ആ നല്ല മനുഷ്യൻ. അപ്പോൾ അവർ ആ നന്മ അവർ ജീവിതകാലത്ത് ചെയ്ത ആ നന്മൻ്റെ പ്രകടനമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എ മുസ്തഫ ഹാജി അധ്യക്ഷത വഹിച്ചു. VKP ഹമീദ് അലി, അബ്ദുൽ ഹാജി പാണ്ഡ്യാല, അഷ്റഫ് പെരിങ്കളം, NK ഹമീദ് ഹാജി, ഉസ്മാൻ പാണ്ഡ്യാല, MT ഷഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ അഡൌട്ട് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ SLC വിജയികളെ അനുമോദിച്ചു. അഡൌട്ട് ജോളി നഗറിലാണ് ചടങ്ങ് നടന്നത്. ഡിവൈഎഫ്ഐ അഡൌട്ട് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിച്ചു. അനുമോദന യോഗം SFI കാസർഗോഡ് ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം ചോദ്യം ചെയ്യപ്പെടുന്ന വർത്തമാന കാലത്ത് അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് കേരളത്തിലെ വിദ്യാഭ്യാസ പ്രവർത്തനത്തെ അപമാനിതമായ ഒരു വർത്തമാന കാലത്തേക്ക് തള്ളിവിടുന്നത് പരിഹരിച്ച കാലത്ത് അക്ഷീണ പ്രയത്നത്തിലൂടെ നാം നേടിയ വിജയം അനുമോദിക്കപ്പെടേണ്ടതാണ്, ആദരിക്കപ്പെടേണ്ടതാണ് എന്ന വെളിച്ചെറി സമൂഹത്തിന് പകർന്നുകൊണ്ടാണ്. നയനാർ അനുസ്മരണം SFI കണ്ണൂർ ജില്ലാ സെക്രട്ടറി സരിൻ ശശി നിർവഹിച്ചു. VP പ്രശാന്ത് കുമാർ, V ഗിനീഷ്, VV രാജീവൻ, K ജയൻ തുടങ്ങിയവർ സംസാരിച്ചു. C സുജേഷ് അധ്യക്ഷനായി. PV നിഖിൽ പ്രസാദ് സ്വാഗതവും ജിതിൻ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു. രാഷ്ട്രീയക്കാരുടെ വാഗ്ദാനത്തിന് കാത്തുനിൽക്കാതെ നാട്ടുകാർ റോഡ് നിർമ്മിച്ചു. ബിരിക്കുളം കരിയാർപ്പ് പ്രദേശത്തേക്കാണ് റോഡ് യാഥാർത്ഥ്യമായത്. കിനാനൂർ കരിന്തളം പഞ്ചായത്തിലെ 6ാം വാർഡിൽപ്പെട്ട പ്രദേശമാണ് കരിയാർപ്പ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിലും റോഡിന്റെ കാര്യത്തിൽ രാഷ്ട്രീയക്കാർ വാഗ്ദാനം നൽകിയെങ്കിലും കാലാവധി തീരാറാകും വരെയും പാലിച്ചില്ല. ഇക്കുറി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ആവർത്തിക്കാൻ ഇങ്ങനെയൊരു വിഷയം തന്നെ ഉണ്ടാകരുതെന്ന തീരുമാനമെടുത്ത നാട്ടുകാർ മുന്നിട്ടിറങ്ങി റോഡ് യാഥാർത്ഥ്യമാക്കുകയായിരുന്നു. അപ്പോൾ ഈ റോഡിന്റെ അവസ്ഥ ഇന്നും ആർക്കും വേണ്ടാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് പല ഉത്തരവാദപ്പെട്ട ആൾക്കാരോട് പറഞ്ഞിട്ട് ഇതുവരെയായിട്ട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലൊരു വാഹന സൗകര്യം ഉണ്ടാക്കി തരാനുള്ള നടപടി അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ഒരുപാട് തവണ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് 100 മീറ്റർ കഴിഞ്ഞ വർഷം 2 വർഷം മുമ്പ് ഞങ്ങൾക്ക് താരങ്ങി അനുവദിച്ച് കിട്ടിയിട്ടുണ്ട്. അതിന് ഇതുവരെ ബാക്കിയുള്ള പണിയെടുക്കാനുള്ള യാതൊരു നടപടിയും അധികൃതരുടെ ഭാഗത്ത് ഉണ്ടാവാത്തതുകൊണ്ട് അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ നാട്ടുകാരുടെ തന്നെ സ്വയം കയ്യിൽ നിന്ന് പൈസ എടുത്തുകൊണ്ട് ആണ് ഇത്രയും ദൂരത്തേക്കുള്ള റോഡ് ഒരു വാഹന സൗകര്യം ഉണ്ടാക്കാനുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. റോഡ് വികസന സമിതിയുടെ നേതൃത്വത്തിലായിരുന്നു നിർമ്മാണം. പുറമേ നിന്ന് വാടകയ്ക്ക് മണ്ണുമാന്തി എത്തിച്ചാണ് 1 കിലോമീറ്റർ ദൈർഘ്യത്തിൽ റോഡ് നിർമ്മിച്ചത്. പ്രദേശത്തെ 35ഓളം കുടുംബങ്ങളുടെ ആശ്രയമാണ് റോഡ്. അരനൂറ്റാണ്ട് കഴിഞ്ഞിരിക്കുന്നു. 1962 ഇത് രൂപീകരിക്കപ്പെട്ടത്. അതിനുശേഷം പല തവണയായി ഞങ്ങൾ ഈ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അധികൃതരെ സമീപിക്കുകയും അതിനുള്ള അനുകൂലമായ ഒരു നടപടി അവരുടെ ഭാഗത്തു നിന്നും ഇല്ലാതിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നമ്മൾ ഈ ജനകീയ സമിതി രൂപീകരിച്ച് ഇങ്ങനെ ഒരു പ്രവർത്തനം ആസൂത്രണം ചെയ്തത്. നല്ല പ്രതികരണമാണ് ഇതിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സമിതി കൺവീനർ MV ജനാർദ്ദനൻ, KV ബാലകൃഷ്ണൻ, K സുകുമാരൻ, KJ ബാബു, KV സജിത, K പത്മനാഭൻ, TP വിജയൻ എന്നിവരാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ, ചോയിങ്കോട്.
സംസ്ഥാന ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ഡോക്ടർ പി പ്രഭാകരൻ എന്നിവർക്ക് നീലേശ്വരം പള്ളിക്കരയിൽ സ്വീകരണം നൽകി. പീപ്പിൾസ് വായനശാല ആൻഡ് ഗ്രന്ഥാലയമാണ് സ്വീകരണമൊരുക്കിയത്. വായനശാലയിൽ ചേർന്ന സ്വീകരണ സമ്മേളനം പി കരുണാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു. നിരവധി ഉത്തരവാദിത്തങ്ങൾ പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വായനശാല ലൈബ്രറിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനം തന്നെയാണ്. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനം ഇന്ത്യക്ക് തന്നെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ മാതൃകയായിട്ടുള്ളതാണ്. യഥാർത്ഥത്തിൽ ഒരു അനൗപചാരിക സർവകലാശാലയാണ് കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനം. അനൗപചാരിക സർവകലാശാല എന്ന് മാത്രമല്ല, തികച്ചും വികേന്ദ്രീകരിച്ചുകൊണ്ടൊരു പ്രവർത്തനം ഏറ്റവും ചിട്ടയായി ശാസ്ത്രീയമായി നടത്താൻ കഴിയുന്നു എന്നതാണ് അതിൽ ഏറ്റവും വലിയ വിജയം. സംസ്ഥാന തലത്തിലുള്ള അതിന്റെ സംഘടനാ സംവിധാനം, ജില്ലാ തലത്തിലുള്ള അതിന്റെ പ്രവർത്തനം, താഴോട്ട് നൂറുകണക്കിന് അംഗ ലൈബ്രറികൾ, അതിനാകെ നേതൃത്വം നൽകാൻ കഴിയുന്ന നിലയിലേക്ക് കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനം ഇതിനെ വളർന്ന് വികസിച്ചു. പ്രൊഫസർ കെ പി ജയരാജൻ അധ്യക്ഷനായി. നഗരസഭാ കൌൺസിലർമാരായ ഇബ്രാഹിം പറമ്പത്ത്, പി രമേശൻ, ലൈബ്രറി കൌൺസിൽ നഗരസഭാ നേതൃസമിതി പ്രസിഡന്റ് എം ബാലകൃഷ്ണൻ, വിദ്യാപോഷിണി, വായനശാല സെക്രട്ടറി സി എച്ച് മനോജ് കുമാർ എന്നിവർ സംസാരിച്ചു. പീപ്പിൾസ് വായനശാല സെക്രട്ടറി കെ കൃഷ്ണൻ സ്വാഗതം പറഞ്ഞു. അഡ്വക്കേറ്റ് പി അപ്പുക്കുട്ടൻ, ഡോക്ടർ പി പ്രഭാകരൻ എന്നിവർ മറുപടി പ്രസംഗം നടത്തി. ചെങ്കള പഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ CPMന്റെ പ്രതിഷേധം. ചെർക്കളയെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയ ഭരണസമിതി അനാസ്ഥയിൽ പ്രതിഷേധിച്ച CPM പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ചെങ്കള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രതിഷേധവുമായി CPM രംഗത്ത്. വഴിയോരങ്ങളെ മാലിന്യ കേന്ദ്രമാക്കി മാറ്റി പകർച്ചവ്യാധി ഭീതി വിതയ്ക്കുകയാണ്. തെരുവ് വിളക്കുകൾ കത്തുന്നില്ല. ഇതിൽ പ്രതിഷേധിച്ച് CPM ചെങ്കള ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വഴിയോരങ്ങളിൽ മാലിന്യങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനത്തിന് ശാശ്വതമായ പരിഹാരം ഏർപ്പെടുത്തുക ജനകീയ ആവശ്യവുമായി CPIM ചെങ്കള ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ മോഹനൻ, പി ശിവപ്രസാദ്, എം ബഷീർ, എം അബൂബക്കർ, ബി രമേശൻ, KV ബാലരാജൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ CPM ജില്ലാ കമ്മിറ്റി അംഗം M കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പക്ഷെ ചെങ്കള പഞ്ചായത്തിൽ നിങ്ങൾ ഏത് ഭാഗത്ത് പോയാൽ അകത്താണെങ്കിൽ അഴിമതിയുടെ ദുർഗന്ധം, പുറത്താണെങ്കിൽ റോഡിലൂടെ മൂക്കുപൊത്താതെ നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ദുർഗന്ധം. കേരളത്തിൽ മറ്റെല്ലാ ഭാഗങ്ങളിലും സഞ്ചരിക്കുന്ന ഒരാളാണ്. ഇതുപോലുള്ള ഇത്രയും വൃത്തികെട്ട ഒരു പട്ടണം അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് മറ്റൊരു സ്ഥലത്തും നിങ്ങൾക്ക് കേരളത്തിൽ കാണാൻ പറ്റും. സാധാരണ കേരള ഗവൺമെന്റ് ഏറ്റവും നല്ല പഞ്ചായത്തുകൾക്ക് അവാർഡ് കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു അവാർഡ് ഏറ്റവും മോശം പഞ്ചായത്തിനും ഏറ്റവും വൃത്തികെട്ട പഞ്ചായത്തിനും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യമായിട്ട് ഏറ്റുവാങ്ങുന്നത് ചെങ്കള പഞ്ചായത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എ നാരായണൻ അധ്യക്ഷത വഹിച്ചു. KAM അനിഫ, TMA കരീം, അബ്ദുൾ റഹ്മാൻ, ധന്യവാദ്, P ചന്തുകുട്ടി, CV കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. സാർവജനിക രാജരാജേശ്വര സിദ്ധി ഗണേശ മന്ദിരത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ബുധനാഴ്ച നടക്കും. വിവിധ പൂജാകർമ്മങ്ങൾ നടന്നു. സാർവജനിക രാജരാജേശ്വര സിദ്ധി ഗണേശ മന്ദിരത്തിൽ ബുധനാഴ്ച രാവിലെ 9 മണിക്ക് ബിംബപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കും. പ്രതിഷ്ഠാകർമ്മത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ ബ്രഹ്മകലശ പൂജ, പരികലശ പൂജ, ധ്വനാദിവാസം തുടങ്ങിയ ചടങ്ങുകൾ നടന്നു. കുന്നൂച്ചി ബെരിച്ചാത്തോട് മുത്തപ്പൻ ദേവസ്ഥാനം പ്രതിഷ്ഠാകർമ്മം, തിരുവപ്പന ഉത്സവം തുടങ്ങി. കലവറ നിരയ്ക്കൽ ഘോഷയാത്ര ഭക്തിയുടെ നിറവിൽ നടന്നു. കുന്നൂച്ചി ബെരിച്ചാത്തോട് മുത്തപ്പൻ ദേവസ്ഥാനത്തെ പ്രതിഷ്ഠാകർമ്മവും തിരുവപ്പന മഹോത്സവവും തുടങ്ങി. കലവറ നിരയ്ക്കൽ ഘോഷയാത്ര കീക്കാനം അരയാലിങ്കൽ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടു.
നിരവധി ഭക്തജനങ്ങൾ ഘോഷയാത്രയിൽ പങ്കെടുത്തു. പ്രതിഷ്ഠാ ചടങ്ങുകൾ ബുധനാഴ്ച ഉച്ചയ്ക്ക് 12-ന് തുടങ്ങും. ഒരു കളിയാട്ടക്കാലത്തിന് കൂടി സമാപനം. അത്യുത്തര കേരളത്തിന്റെ കളിയാട്ടത്തിന് സമാപനം കുറിച്ച മടിയൻകൂലം കലശോത്സവം 22-ന് തുടങ്ങും. തറവാടുകളിലെയും ദേവസ്ഥാനങ്ങളിലെയും കളിയാട്ടങ്ങൾക്ക് സമാപനം കുറിച്ചുകൊണ്ട് 22, 23 തീയതികളിൽ മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ കലശോത്സവം 22-ന് തുടങ്ങും. കലശോത്സവത്തിന് മുന്നോടിയായി അടോട്ട് കളരിക്കാലിൽ ഓലകൊത്തൽ ചടങ്ങ് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ നടന്നു. അടോട്ട് മൂത്തടത്തുകുതിരെ പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനം സ്ഥാനികരും ഭരണസമിതി അംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. അകത്തെ കലശ ദിനമായ 22-ന് രാത്രി മണാളൻ, മണാട്ടി, മഞ്ഞാളിയമ്മ തെയ്യങ്ങൾ കെട്ടിയാടും. ശനിയാഴ്ച നടക്കുന്ന പുറത്തെ കലശത്തിൽ ക്ഷേത്രപാലകനീശ്വരൻ, കാളരാത്രിയമ്മ, നടയിൽ ഭഗവതി തെയ്യങ്ങൾ ക്ഷേത്രത്തിൽ അരങ്ങിലെത്തും. ഇതോടൊപ്പം കലശം എഴുന്നള്ളിപ്പും നടക്കും. അടോട്ട് കളരിയിൽ നിന്നുള്ള കലശം കൊളവയലിലെ ഷാജിയും വയലിലെ കലശം മധുരക്കാട്ടെ രാജനുമാണ് എഴുന്നള്ളിക്കുന്നത്. വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നവീകരണ ബ്രഹ്മകലശ മഹോത്സവം 22 മുതൽ തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശ മഹോത്സവം 22 മുതൽ 28 വരെ തീയതികളിൽ നടക്കും. 22-ന് രാവിലെ 10-ന് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര, തുടർന്ന് നാഗത്തിൻ കലശ ചടങ്ങുകൾ നടക്കും. 23-ന് രാവിലെ 10 മണിക്ക് ഊട്ടുപുര ചുറ്റുപന്തൽ സമർപ്പണ ചടങ്ങുകൾ നടക്കും. 25-ന് രാവിലെ 9 മണിക്ക് മഹാമൃത്യുഞ്ജയ ഹോമവും 26-ന് രാവിലെ 9-ന് സുഹൃത ഹോമവും നടക്കും. 28-ന് രാവിലെ 7:19-നും 9:31-നും ഇടയിൽ അഷ്ടബന്ധക്രിയ ബ്രഹ്മകലശാഭിഷേകം നടക്കും. വാർത്താസമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ചെയർമാൻ കെ വേണുഗോപാൽ നമ്പ്യാർ, വർക്കിംഗ് ചെയർമാൻ വി ജനാർദ്ദനൻ, ജനറൽ കൺവീനർ എ വേലായുധൻ, വി പി വിഷ്ണു നമ്പൂതിരി, എം ശങ്കരൻ നമ്പൂതിരി, എൻ കേളു നമ്പ്യാർ, ടി ചന്ദ്രൻ, ബാബു കോട്ടപ്പാറ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പെട്രോൾ ഡീസൽ വിലവർദ്ധനവിൽ പ്രതിഷേധമിരമ്പി. മോട്ടോർ വാഹന ഫെഡറേഷൻ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം. ഉദുമ പഞ്ചായത്ത് വിഭജനത്തിനെതിരെ പ്രതിഷേധവുമായി LDF. വിഭജനം ജനാധിപത്യ വിരുദ്ധമെന്ന നേതാക്കൾ. വിവിധ ആവശ്യങ്ങൾ ഉയർത്തി ചുമട്ടുതൊഴിലാളികളുടെ സമരം. ചുമട്ടുതൊഴിലാളി യൂണിയൻ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള മുനിസിപ്പൽ കോർപ്പറേഷൻ വർക്കേഴ്സ് കോൺഗ്രസ് ധർണാ സമരം സംഘടിപ്പിച്ചു. വാഴക്കോട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അഷ്ടബന്ധ നവീകരണ കലശത്തിനൊരുങ്ങി. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ. മടിയൻകൂലം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ കലശ മഹോത്സവം 22-ന് തുടങ്ങും. ഓലക്കൊത്തൽ ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.